അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാറ്റയ്ക്ക് 1 വയസ്സാവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. 1 വയസ്സിൻ്റെ സെലിബ്രേഷൻ കുറച്ചൊന്ന് കേമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തലേദിവസം തന്നെ നമ്മുടെ SM-ലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് SM വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കളർ തീം ഈ ഒരു കളറാണ്, ഒരു പർപ്പിൾ എന്ന് പറയാൻ ഒരു വയലറ്റ് പോലത്തെ കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറ്. അങ്ങനെ ഫസ്റ്റ് തന്നെ കുഞ്ഞാറ്റയ്ക്കുള്ള ഡ്രസ്സ് എടുത്തു, പിന്നെ അവരുടെ ചേട്ടനുള്ള ഡ്രസ്സ്, പിന്നെ ഞങ്ങളൊരു ഫാമിലിക്ക് എല്ലാവർക്കും ഒരേ കളറായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് ഉള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു. അപ്പം ഈ ഒരു കളർ ഭയങ്കര റെയറായിട്ടുള്ളതായിരുന്നു കേട്ടോ. അവിടെ കുറേ സെക്ഷൻ ഉണ്ടെങ്കിലും ഈ ഒരു കളർ കിട്ടാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. പിന്നെ ബ്രോയ്ക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഗൈസ് കുറേ ടൈം ആയത്. കാരണം ഈ ഒരു കളർ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളടുത്ത് സിൽക്കിൻ്റെ വെച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇനിയും അവൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞങ്ങൾ ടൈം ആയത്. അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് ചുരിദാറാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ തന്നെ ചുരിദാർ ചെന്നപ്പം തന്നെ കിട്ടി കേട്ടോ. അപ്പം ഈ ഒരു ചുരിദാറിന് എത്രയാണ് റേറ്റ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ വന്നിട്ട്, എന്നാലും നമ്മൾ ഉദ്ദേശിച്ചത്ര റേറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നില്ല. മൊത്തം കൂടെ ഒരു 3000-ൻ്റെ അകത്ത് നിന്നു. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായത്. കാരണം ഒരു ഫാമിലിക്ക് ഡ്രസ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് 2 പേർക്ക് പിന്നെ ഹസ്ബൻഡിൻ്റെ വൈഫ് എല്ലാം കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു 10,000 ഒക്കെ കൂടാനല്ലേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇതൊരു 3000 2900 സംതിങ് അങ്ങ് അടുത്ത് വന്നു. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ നിന്നു. കാരണം നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ, കേക്ക് കാര്യങ്ങൾ, ഡെക്കറേഷൻ എല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ചുരിദാറിന് ചേരുന്ന രീതിയിലുള്ളൊരു ഷാളും നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡൻ കളറാകുമ്പം നല്ല രസമാണല്ലോ. ഗോൾഡൻ കളറിലെ പാൻറ്റും ഷാളും ഇടാകുമ്പം ഒരു പ്രത്യേക വൈബല്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ബില്ലാക്കിക്കൊണ്ട് ഇത്രയാണ് ഞങ്ങൾ വാങ്ങിയത്. കണ്ടോ, ഒരു വയലറ്റിൻ്റെ ഒരു കൂടാരം തന്നെ. എന്തായാലും എടുത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പറായിട്ടാണ് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതായി. പിന്നെ കുറേ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ SM-ൽ. ഇത് കായംകുളം SM ആണ് കേട്ടോ. അവിടെ നല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര റേറ്റ് കുറവ് കിട്ടുമെന്നൊക്കെ. മുണ്ടിനൊക്കെ സാധാ റേറ്റ് തന്നെയാണ് എല്ലാ കടയിലും. 500 400 ഒക്കെ. 300 രൂപയുടെ ഒന്നും മുണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എല്ലാം സ്റ്റാർട്ടിങ് തന്നെ 400 സംതിങ് രൂപയുടെയാണ് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് ബില്ലാക്കി. ഇനി ഞങ്ങൾ നേരെ ഇനിയും കേക്ക് ഓർഡർ എടുക്കാൻ പോകണം. കാരണം ഇന്ന് ഓർഡർ കൊടുത്താലേ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ 1K സെലിബ്രേഷൻ്റെ കേക്ക് ഞങ്ങൾ കോഹിനൂറിലായിരുന്നു കൊടുത്തത്, നമ്മുടെ ഓച്ചിറ കോഹിനൂറിൽ. അപ്പോൾ അവിടെ തന്നെ ഇപ്രാവശ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തലേദിവസം പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എന്താ പറയുക ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പം അവർ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ ചെയ്ത് വെക്കും. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഓച്ചിറയിലോട്ട് പോവാണ്. ഇവിടെ ബില്ലൊക്കെ പേ ചെയ്തു. അങ്ങനെ SM കാണാൻ പറ്റി. ഞാൻ കുറേ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു SM-നെ പറ്റി. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വിചാരിച്ചു കേട്ടോ. അത് നല്ല ഡ്രസ്സായിരുന്നു, നല്ല ക്വാളിറ്റി ബേസ്, ഞങ്ങൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇച്ചിരൂടെ നല്ല ഡിസൈന് കിട്ടിയായിരുന്നെങ്കിൽ ഞാനൊന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു കളർ ആയതുകൊണ്ട് അധികം വലിയ ഡിസൈനൊന്നും ഈ ഒരു കളർ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഉള്ളതനുസരിച്ച് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഈ ഒരു കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നേരത്തെ ഡ്രസ്സ് എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞാൽ ഈ ഒരു കളർ നോക്കി തന്നെ എടുക്കണമെന്ന്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു. ഇതാണ് ഗൈസ് നമ്മുടെ SM-ന് നേരെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കുറച്ച് സൈഡിലായിട്ട് എന്ന് വെച്ചാൽ ബൈക്കിലായിട്ടാണ് എൻ്റെ പാർക്കിംഗ് വരുന്നത്. അവിടെ നിന്ന് ഒരു 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് SM-ലോട്ട് നടന്നു പോകണം ഗൈസ്. പോകുന്ന വഴിക്ക് കണ്ട ഒരു കമ്മലിൻ്റെ ഒരു അതിമനോഹരമായ ശേഖരം കണ്ടു. പിന്നെ അവൾക്ക് ഈ ഡ്രസ്സിന് ചേരുന്ന കളറിലെ കമ്മലോ മാലയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് ഗൈസ്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഈ ഒരു കളറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയും പോകുന്നത് നമ്മുടെ ഓച്ചിറയുള്ള എന്താണ് കേക്ക് വേൾഡ്. പക്ഷേ കേക്ക് വേൾഡ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാനൊന്നുമല്ല, കേക്ക് ഓർഡർ ചെയ്യുന്നത് നമ്മൾ കോഹിനൂറിൽ തന്നെയാണ്. നമുക്ക് കുറച്ച് ജ്യൂസ്, എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അവക്കാഡോ ഷേക്ക് കുടിക്കാൻ. ഒരു ദിവസം ഞങ്ങൾ ഇവിടുത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ്, ഇതിന് 2ാമത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ താഴത്തെ നില കണ്ടോ കേക്കെല്ലാം എന്താ പറയുക ഡിസൈൻ ചെയ്യുന്നത് കണ്ട്. ഇവിടെ ഒരു ദിവസം ഒരു 10-20 കേക്കൊക്കെയാണ് ഡെയിലി പോകുന്നത്. അപ്പോൾ അതുപോലെ ഭയങ്കര ഒരു ഫേമസ് ഒരു ഓച്ചിറയിലെ തന്നെ നമ്പർ 1 കേക്ക് വേൾഡാണിത്.
അങ്ങനെ ഞങ്ങൾ മേളത്തെ നിലയിൽ പോയി ഞങ്ങൾ അവക്കാഡോ ഷേക്കൊക്കെ ഓർഡർ ആക്കിയിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഗൈസ്. എന്ത് ആംബിയൻസ് അല്ലേ, ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര മ്യൂസിക്കൊക്കെ വെച്ച് നമ്മൾ കുറച്ച് സമയം നമ്മളവിടെ അങ്ങ് ഇരുന്ന് പോകും. അതുപോലെ സൂപ്പറായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. ബ്രോ എന്താണ് കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് 2-3 തട്ടുകടലൊക്കെ കയറി ചായ അതും ഇതൊക്കെ കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കയറി ചലുത്ത് കുളിത്ത് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അവക്കാഡോ ഷേക്ക് വരുന്നുണ്ട് ഗൈസ്. അയ്യോ ഞാൻ ക്ഷീണിച്ചു പോയി. എറണാകുളത്ത് നിന്ന് ഇവിടെ ഓച്ചിറ വന്നപ്പോഴത്തേക്ക് എൻ്റെ പരിവം കണ്ടു. എൻ്റെ ദൈവമേ, എനിക്ക് ട്രാവലൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ചില സമയം അങ്ങോട്ട് നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ. എങ്കിലും നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. ഇപ്പോൾ കുഞ്ഞിൻ്റെ കുറേ നാളും കൊണ്ടേ ഇങ്ങനെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്നാണെന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സിസ്റ്റർ ഞാൻ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു കുഞ്ഞിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ. പക്ഷെ കാത് കുത്തണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു. പക്ഷെ കാത് കുത്താൻ പറ്റിയില്ല. കാത് കുത്താൻ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും മുടി വെട്ടാനൊക്കെ പളനി പോകുന്നുണ്ട്, മുട്ടയടിക്കാനൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കാതുകൂടെ കുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അവക്കാഡോ ഷേക്ക് സൂപ്പറാണ്. ഞാൻ ഈ കുറേ അടുത്ത് അവക്കാഡോ ഷേക്ക് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഷേക്ക് വന്ന് കുടിച്ച് നോക്കിയപ്പോഴാണ് ഗൈസ് ഈ ഐസ് ക്യൂബ് എല്ലാം കൂടി ഇട്ടിട്ട് അത് കുടിക്കാൻ പറ്റില്ല. നാക്കെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മരവിച്ച്. അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഞാൻ പാഴ്സലാക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പോവും. ഇന്നൊന്നും എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീട്ടിൽ പോയിട്ട്. അങ്ങനെ അതും പാഴ്സലാക്കി നേരെ താഴെ വന്നപ്പോഴാണ് ഗൈസ് വീണ്ടും അവിടെ കേക്ക് ഉണ്ടാക്കുന്നു. ഞങ്ങൾ മേളിൽ പോയപ്പോൾ ഇപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേക്ക് ഫുൾ ഫിനിഷായി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അവർ മേക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി. നമുക്ക് എന്താ പറയുക, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് ചെയ്യുന്നതും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ കേക്കിന് ഡിസൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ 1Kയുടെ കേക്ക് ഇതുപോലെ യൂട്യൂബിൽ 1K ആയപ്പോൾ ഞങ്ങൾ കോഹിനൂർ തന്നെ ആയിരുന്നു ഈ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ കേക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനിയും കോഹിനൂറിലോട്ട് പോവാണ്. കോഹിനൂർ എന്നാണ് ആ ബേക്കറിയുടെ പേര്. കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ കേക്ക് വേൾഡിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഇത്. അവിടെ നല്ല സൂപ്പർ ഷവർമയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ഷവർമയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. കണ്ടോ, ഇവർ ചെയ്ത ഡിസൈനാണ് ഇതെല്ലാം. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ 3 ലെയറിൻ്റെ 3 kg 2 kg അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 1.5 kg മതി. 2 kg അടുത്തും വേണം. അപ്പോൾ ഈ ഒരു തീമാണ് പറഞ്ഞു കൊടുത്തത്. എന്താണേലും അതിന് 1000 സംതിങ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അത്ര ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ. പിന്നെ അതിൻ്റെ ആ കളറും കാര്യങ്ങളും ഈ ഒരു കളറായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചെയ്യാൻ. അങ്ങനെ കേക്കിന് ഓർഡറൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടാണ്, നമ്മുടെ കമ്മലെടുക്കാൻ. സിസ്റ്ററിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ചെയ്ത കമ്മലൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അതാ കുഞ്ഞിനെയും കൊണ്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഏക സിസ്റ്ററാണ് ഗൈസ്, എൻ്റെ പൊന്നും കൂടം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നേരെ ഡ്രസ്സ് വാങ്ങിയതൊക്കെ എല്ലാവരെയും കൊണ്ട് ഇടിപ്പിച്ചു. കുഞ്ഞാറ്റി ഇട്ടിരുന്ന ഒരു ഡ്രസ്സിൻ്റെ മണ്ടയിൽ തന്നെയാണ് കേട്ടോ ഇട്ടത്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു 50% ഇഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാശിക്കൊണ്ട് ഇട്ട് നോക്കി. അവൾക്ക് പിന്നെ എൻ്റെ സിസ്റ്ററിന് ഡ്രസ്സ് ചുരിദാർ ഇച്ചിരി ലൂസായിരുന്നു. പിന്നെ അത് ഷേപ്പാക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേണ്ടതാ ഡെക്കറേഷന് വേണ്ടി ഞങ്ങൾ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ബ്രോഡ്വേ നിന്നാണ് വാങ്ങിയത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ മഞ്ഞയൊന്നും മയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പർപ്പിളും പിന്നെ വൈറ്റും ആയിരുന്നു ഉദ്ദേശിച്ചത്. അവിടെ ചെന്നപ്പോൾ പർപ്പിളാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ബാക്കി ഞങ്ങൾ മഞ്ഞയൊക്കെ എന്തെങ്കിലും സൈഡിൽ കൂടെ ഒക്കെ കൊടുക്കാനൊക്കെ വിചാരിച്ചു. സത്യം പറയാൻ നിങ്ങൾ കേക്ക് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മഞ്ഞ ചുമ്മാ ആവശ്യമില്ലാതെ മഞ്ഞ ഇതൊക്കെ വെച്ച് എന്തായാലും കുളമായില്ല. എന്തായാലും സൂപ്പറായിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻ ഫുള്ള് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ സിസ്റ്ററിന് വാങ്ങിയ ചുരിദാർ മാത്രമേ ഇച്ചിരി എന്താ പറയുക തയ്പ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തൊക്കെ പോയി ജസ്റ്റ് പിള്ളേരെയും കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാം, ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അവരെയും കൊണ്ട് വന്നതാണ്. അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ രാത്രിയിലെ വിശേഷങ്ങളൊക്കെ. ഇനി ബാക്കി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, സീ യു.